കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് കൈമാറാനുള്ള ധനസഹായം സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് ജില്ലാ കളക്ടർ കൈമാറും. കളക്ടർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും ധനസഹായം നിശ്ചയിക്കുക. മന്ത്രിസഭാ യോഗത്തിൽ ധനസഹായ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ അറിയിച്ചു. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഇന്ന് കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് കൈമാറാനുള്ള ധനസഹായം സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർ കൈമാറുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ അപകടവുമായി ബന്ധപ്പെട്ടുണ്ടായ സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ഇത്. ആദ്യഘട്ടത്തിൽ തന്നെ മന്ത്രിമാരോട് ഇവിടുന്ന് ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. BJP ആവശ്യപ്പെട്ടിരുന്നു, കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. ബിന്ദുവിന് അർഹിച്ച തുക സഹായധനമായി നൽകണമെന്നുള്ള ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചിരുന്നത്. അവർ 25 ലക്ഷം രൂപ ബിന്ദുവിൻ്റെ കുടുംബത്തിന് സഹായമായി നൽകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ കൂടിയ തുകയായതിനാൽ ഇക്കാര്യത്തിൽ മന്ത്രിസഭാ തീരുമാനം വരേണ്ടി വരും. വലിയ തുകകൾ അനുവദിക്കുകയാണെങ്കിൽ അത് മന്ത്രിസഭയുടെ അനുമതിയോട് കൂടി മാത്രമേ ഇത്തരത്തിൽ വലിയ തുകകൾ അനുവദിക്കാൻ അതിന് അനുവാദം നൽകാൻ കഴിയൂ എന്നാണ് മന്ത്രി വി.എൻ. വാസവൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 11-ാം തീയതിയാണ് അടുത്ത ക്യാബിനറ്റ് യോഗം ചേരുന്നത്. മന്ത്രിസഭാ യോഗം അടുത്ത 11-ാം തീയതി ചേരുമ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനമെടുക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനു മുൻപായി ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് മന്ത്രിസഭാ യോഗം പരിഗണിക്കേണ്ടതുണ്ട്. അതിനായുള്ള റിപ്പോർട്ട് ഇന്ന് തന്നെ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ നൽകുമെന്നാണ് കരുതുന്നത്. അപകടത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രാഥമിക വിവരങ്ങളും ഈ ബിന്ദുവിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഈ സഹായധനത്തിന് അർഹനാവുന്ന രീതിയിലുള്ള മാനദണ്ഡങ്ങളെല്ലാം പ്രതിപാദിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടായിരിക്കും ജില്ലാ കളക്ടർ നൽകുക. അതേസമയം തന്നെ ആരോഗ്യമന്ത്രി കുടുംബവുമായി ഫോണിൽ സംസാരിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം അറിഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ വീട്ടിലെത്തിയ ബിന്ദുവിൻ്റെ തലയോലപ്പറമ്പിലെ വീട്ടിലെത്തിയ മന്ത്രി വി.എൻ. വാസവൻ ഇക്കാര്യം ബന്ധുക്കളെ നേരിട്ട് അറിയിച്ചിരുന്നു. ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് 50,000 രൂപയുടെ സഹായമാണ് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ മന്ത്രി വി.എൻ. വാസവൻ നൽകിയിരിക്കുന്നത്. അത് സർക്കാരിൻ്റെ ധനസഹായമല്ല, ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഒരു സഹായമാണ്. അത് പ്രാഥമികമായി ഈ സംസ്കാര ചടങ്ങുകൾക്ക് ചെലവാകുന്ന തുകയ്ക്ക് വേണ്ടി അതിനുവേണ്ടിയുള്ള ഒരു സഹായം എന്നുള്ള നിലയ്ക്കാണ് 50,000 രൂപ ഇന്നലെ മന്ത്രി നേരിട്ട് വീട്ടിലെത്തി കൈമാറിയത്. അതിന് പിന്നാലെയുള്ള ഈ മറ്റ് 25 ലക്ഷം രൂപ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം മന്ത്രിസഭാ യോഗത്തിലാണ് ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ മകന് ജോലി നൽകണമെന്നുള്ള സംബന്ധിച്ചുള്ള ഒരു ആവശ്യം ഉയർന്നിരുന്നു. ഇതും കളക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ, കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരം മാത്രമേ അതിൽ നടപടിക്കാനാകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് യാതൊരുവിധ തടസ്സവും നിലവിലില്ല. പ്രാഥമികമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ മകന് ജോലി നൽകും. അതിനുശേഷം അത് സ്ഥിരപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് മന്ത്രി വി.എൻ. വാസവൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഈ റിപ്പോർട്ടിൽ ഒരുപക്ഷെ ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും ജില്ലാ കളക്ടർ ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന സൂചന. ശരി മിഥുൻ.